പ്രകൃതിയല്ലേ, ഇത് മൊത്തം ചവച്ച് നരച്ചാൽ മാത്രം മതി. എന്തായാലും എന്റെ ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പവും പറ്റില്ല, ഒന്നുമില്ല. ഹായ് ഗൈസ്, ഞാൻ വിഷ്ണു. നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വ്ളോഗിന്റെ 3-ാമത്തെ ദിവസം കണ്ടിന്യൂസ് വ്ളോഗ് പോവുകയാണ്. അപ്പം ഇന്ന് അരവിന്ദണ്ണനും ആര്യ ചേച്ചിയും അജീഷാന്റെ വീട്ടിലോട്ട് വന്ന്. എന്തിനാണ് വന്നേ? ചെറിയൊരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന്. ഇതില്ല വഴി കൂടെ പോയാ പൊട്ടിക്കൊണ്ട് നടക്കുന്ന പൊട്ട. അപ്പം അജീഷന്റെ വീട്ടില് ഗോപികയില്ല കേട്ടോ. ഗോപിയുടെ വീട്ടിൽ പോയേക്കുക. അജീഷണ്ണൻ അകത്ത് ഇപ്പോൾ ഉണ്ട്. ദാണ്ട് ഇവിടെ അമ്മൂമ്മയുണ്ട്, അജീഷണ്ണന്റെ അമ്മൂമ്മ. അതെ, ഒരു ഹായ് പറയാം അമ്മൂമ്മ. ഹായ് പറയാം, ഒരു ഹായ് പറ. ഹായ് ഹായ് എന്ന് പറ. ഹായ് എന്ന് പറ. ആ, മനസ്സിലായോ? ഇപ്പൊ ഇങ്ങനെയാണ് അമ്മൂമ്മ റെസ്പോണ്ട് ചെയ്യുന്നത്. അമ്മൂമ്മക്ക് ഇച്ചിരി കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് വെച്ചാണ് അജീഷ് അണ്ണൻ കണ്ടന്റ് വീഡിയോക്കകത്തല്ല അമ്മൂമ്മയെ അഭിനയിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക അജീഷന്റെ എഫേർട്ട്. അജീഷണ്ണ ഹായ്. അമ്മമ്മ കറക്റ്റായിട്ട് അഭിനയിക്കുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അറിയാം. ഞാൻ അവിടെ നിന്ന് ഒരു ഹായ് പറഞ്ഞ പോട്ടെ. അമ്മമ്മ 3 തൊട്ട് 4 തൊട്ട് എത്രമാത്രം കഷ്ടപ്പെട്ട് നമ്മളെ ചെയ്തെടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം. അതായത് കഷ്ടപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് അവരുടെ കാര്യങ്ങൾ നടക്കട്ടെ. കണ്ടന്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള വിശേഷങ്ങൾ നിങ്ങളെ കേൾപ്പിച്ച് തരാം. ഇത്രയും ദിവസം നമ്മൾ പോർട്രേറ്റ് ആയിട്ട് എടുത്ത കേട്ടോ. ഇനി മുതൽ ലാൻഡ്സ്കേപ്പ് എടുക്കാമെന്ന് വെച്ചാൽ ഈ ലാൻഡ്സ്കേപ്പ് കാണാനാണ് കുറച്ചുകൂടെ ഭംഗിയും തോന്നുന്നത്. ഓക്കെ, നമ്മുടെ അജീഷൻ്റെ വീടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അജീഷൻ്റെ വീട്ടിൽ 2 പേരുണ്ട്. പിന്നെ അപ്പുറത്ത് കുതിരയുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം ഇവിടെ വന്ന് നല്ല രീതിയിൽ വ്ളോഗ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ചേച്ചി, അജീഷന്റെ വീട്ടിലോട്ട് വന്നാൽ അങ്ങനെ പറയരുത്. അവിടെ കുറച്ചേ ഉള്ളൂ. അച്ചാറിടാനോ പൈസക്ക് വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നത് വേണ്ട. അന്നേരം അങ്ങനെയാണ് ഞാൻ നല്ല സാധനം മേടിക്കത്തില്ല, കാശ് കൊടുത്ത്. നല്ല രസമുണ്ടല്ലോ ഈ ബാക്ക്ഗ്രൗണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത് നല്ല രസമുണ്ട്. ചേച്ചി അവിടെ നിൽക്കുന്നതുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ട്, കാറിന്റെ ആ ലോഗോ. അജീഷണ്ണ, ഇതേ കണക്കൊരു സ്റ്റിക്കർ നമുക്ക് കാറിനകത്ത് അടിക്കണ്ടേ? സ്വിഫ്റ്റിനകത്ത് എല്ലാം അടിക്കാം അല്ലേ? അരവിന്ദണ്ണന് എങ്ങനെയാണ് ഇത്ര ധൈര്യം അടിക്കാനുള്ള ധൈര്യം? എനിക്ക് പിന്നെ എന്തിനാണ്, മേലെ ആകാശം താഴെ ഭൂമി ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും. ഫൈൻ അടിച്ചു കഴിഞ്ഞാലും പണം പൊട്ടെ പവർ പണി കിട്ടുമ്പോ അങ്ങ് പഠിച്ചോളൂ. അത്രേ ഉള്ളൂ ഇല്ലേ? അത്രയും നാളെ വരെ ഹാപ്പി ആയിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം. പോലീസോ MTV ഒന്നും പിടിക്കരുതേ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അജീഷണ്ണെ ഒന്ന് മീറ്റ് ചെയ്താൽ മതി. അജീഷണ്ണെ വായന അറിയാതെ വീണ് അങ്ങനെ കാര്യങ്ങൾ നടന്നു. അജീഷണ്ണന്റെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ വഴി വെച്ച് കാണുമ്പോൾ നീ കൊള്ളാലോടാ മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യരുത്. പറ്റുമെങ്കിൽ ഒരു ജാക്കറ്റ് ഒക്കെ മേടിച്ചിട്ടിട്ട് വേണം വീട്ടിൽ പോകാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ മൂട് വരെ കീറിപ്പോ. ഇതിൽ കൂടുതൽ പ്രൊമോഷൻ അജീഷണ്ണന് കിട്ടാനില്ല. സതീഷ് അമൃതരാജ് വന്നിരിക്കുന്നു. അമൃതരാജ്, നീ എവിടെ ആയിരുന്നു? 2 ദിവസം കണ്ടില്ലല്ലേ? അവൻ മായാവിയാണ്. കൂടെ എവിടെയെങ്കിലും പോകും, കൂടെ എവിടെയെങ്കിലും ഭക്തി യാത്ര എവിടെ പോയേ? തിരുവാരക്കുളത്ത്. അവിടെ വർഷത്തില് 12 ദിവസം ഓപ്പൺ ഉണ്ട്. 12 ദിവസം ഓപ്പൺ ആണെന്നല്ല, ആ പ്രതിഷ്ഠ അവിടുത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വാസമുണ്ട്. അവിടെ എങ്ങനെയുള്ള ആൾക്കാരാണ് പോയി പ്രാർത്ഥിക്കുന്നൊരു വിശ്വാസമുണ്ട്. അതെന്ത് വരുന്നു? കല്യാണം നടക്കാനൊക്കെ ശിവന്റെയും പാർവതിയുടെയും കറക്റ്റ് കല്യാണതൊക്കെയാണ് അവിടുത്തെ പ്രധാന വഴിപാട്. നടക്കാതിരിക്കുന്നവരും എന്നാ തീരുന്ന അവിടുത്തെ ഉത്സവം. അതാ നീ പറഞ്ഞ ആരും കണ്ടോണ്ട് തൊഴുവാൻ പോയതല്ലേ അന്നേരം? അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇവിടെ അജീഷണ്ണ ഞങ്ങൾക്ക് ഇലയപ്പം കൊണ്ടും തന്നു. ചേച്ചിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ചേച്ചി വീട്ടില് ചോര കഴിക്കുന്നു എന്ന് പറഞ്ഞു. ഇലയപ്പം എന്നാലും ചെറിയൊരു ഇലയപ്പം
അല്ല എടുക്കണ്ട തികയത്തില്ല. വേറെ കാര്യം പറയാൻ വേണ്ടി അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇന്നലത്തെ വീഡിയോ എന്നാ വീഡിയോ പോലും അറിയത്തില്ല. അജീഷണ്ണ ഷോർട്സ്, എനിക്ക് വ്ലോഗ്. ഓക്കെ ഗൈസ്, ഇപ്പൊ അജീഷണ്ണൻ ചെറിയൊരു ചലഞ്ചുമായിട്ടാണ് വന്നേക്കുന്നത്. എത്ര കഴിക്കണം? ഒരല്ല, എക്സ്പ്രഷൻ ഇല്ലാതെ ഇല കഴിക്കണം. ബാ എക്സ്പ്രഷൻ ഇല്ലാതെ അത് പറ. ഒരു വിന്നർ. എല്ലായിടത്തും പെട്ടോ, കമോൺ. അപ്പം ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ കിടിലൻ ചലഞ്ച്, കിരിയാത്ത് ചലഞ്ച്. നമ്മൾ ചലഞ്ച് മത്സരിക്കുക 1, 2, 3, 4, 5, 6 പേര്. 6 പേര് ഒന്നുമില്ല, 6 പേരുണ്ട്. ഒന്നും പറ്റത്തില്ല, പേടിക്കണ്ട, ധൈര്യമായിട്ട്. ചേച്ചി ഏതല ഞാൻ സെലക്ട് ചെയ്തു, പക്ഷെ വലിയ അരിയായിരിക്കണം. അത് വേണ്ട, വലിയ അരിയാ. കണ്ണടക്കിയ തുപ്പരുത്. കഴിവണ്ട, നല്ലത്. പ്രകൃതിയല്ലേ, ഇത് മൊത്തം ചവച്ചെന്ന് അരച്ചാൽ മാത്രം മതി. എന്തായാലും എന്റെ ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പവും പറ്റില്ല, ഒന്നുമില്ല. അപ്പൊ ഗൈസ്, ഞാനിത് കഴിക്കാൻ പോവുകയാണ്. അടുത്തോട്ട് പോകൂ, ക്യാമറ പോട്ടെ. ഇറക്ക്, ചവച്ചരക്കണം, എന്നിട്ട് ഇറക്കണം. എന്താണ് തോന്നുന്നത്? കൊള്ളാം, അങ്ങും തൊണ്ടയിലോട്ടൊക്കെ ഒരുമാതിരി ആവുന്നുണ്ട്. ഇറക്കി കട്ട്. ഓക്കെ, പോകോ. പ്രതീക്ഷ റിയാക്ഷൻ ഒന്നും വന്നില്ലെന്ന്. പോട്ടി ചിലപ്പോ കാണിക്കുന്നുണ്ട്. എടുക്കാൻ ഇത്രയും നേരം എക്സ്പ്രഷൻ ഇല്ലാതിരുന്നു. നല്ല കയ്പ് ഇല്ലേ? അജീഷന്റെ ഷോർട്സ് കിടക്കും. പിന്നെ അരവിന്ദനാണ് അടുത്ത് തിന്നാൻ പോകുന്നത്. ചോദിച്ചോ, ചലഞ്ചിരി അത് തിന്നണ്ട. നല്ലല്ലേ? ഇല്ല, ഇതിന് കയ്പില്ല. അരവിന്ദന്റെ എക്സ്പ്രഷൻ നോക്കട്ടെ. പഞ്ചാരല്ലോ, ആർക്കും ഒരു എക്സ്പ്രഷൻ ഇല്ലല്ലേ? ഒരു കുഴപ്പമില്ല. ഗുഡ്, അങ്ങനെ വിൻ ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും 1500 അല്ലേ? ഞാൻ പോണ വീഡിയോ ഒക്കെ എടുക്കട്ടെ. എനിക്ക് ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യാറില്ല, അതും എടുത്തു. കഴിയുമ്പോഴാ തൊണ്ടയില് അതിന് പോണെങ്കിൽ എന്താ ചെയ്യണം? വെള്ളം കുടിച്ചാൽ മതി, കുറച്ച് കഴിയുമ്പോ നീ കൂടെ കഴിക്കേ. ഇല്ലല്ല, വിഷയമൊന്നുമില്ല. അവന് ഓർമ്മ കൊടുത്തോ. ഞാൻ എടുത്തോളാം. അപ്പം ഞാൻ ഒരു സൈഡ് നമുക്ക് 2 ക്യാമറ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. കൊള്ളത്തില്ല വീഡിയോ, യൂട്യൂബിനകത്തൂടെ. അടുത്തതായി നമ്മുടെ അനന്തുവാണ്. ധൈര്യമായിട്ട് ചവച്ചങ്ങനെ ചവയ്ക്കുമ്പോ തന്നെ എഫക്റ്റ് കിട്ടും. നല്ല ടേസ്റ്റ് അല്ലേ? ഇറക്കടാ. എന്തോ ഉള്ളിന്ന് വരുന്നു. ഓടിപ്പോയി എടുക്കണോന്ന്. അയ്യോ ഛർദിച്ചോ? അയ്യോ അനന്തു, എങ്ങനെയുണ്ട് മോനെ? അടിപൊളി. അയ്യോ സതീഷ് ബാ, ഇനി അടുത്ത സതീഷിന്. അണ്ണ അജീഷണ്ണ സതീഷിന് കൊടുക്ക്. നോക്ക് കണ്ണാ, മുഖത്ത് എക്സ്പ്രഷൻ നോക്ക്. ചേച്ചി കരയിച്ചു ചേച്ചി. ആരുമില്ല, നമുക്ക് അടി കൊടുക്കാം. സ്ഥലങ്ങളിൽ പോയി കിരിയാത്ത് നിന്ന് തഴക്കവും പഴക്കവും ഉള്ള അഹമ്മദ് രാജാണ് അടുത്ത കിരിയാത്ത് തിന്നാൻ പോകുന്നത്. കഴിക്കൂ. അതൊന്നുവാ, അതൊന്നുമില്ല. നീ തിന്നിട്ട് എവിടുന്ന് പോത്തോളൂ, വേറെ ആരും കഴിച്ചില്ലെങ്കിൽ. സതീഷ് കഴിച്ചിട്ടുണ്ടോ? നേരത്തെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചോ? ആ നാക്കിൽ അങ്ങോട്ട് കാണിച്ചെടുക്ക്. അങ്ങനെ കഴിക്കുക. സതീഷേ
ഗുഡ്. ഇവൻ തന്നെ വിന്നർ. ഇതാണ് കിരിയാത്തിന്റെ പ്രത്യേകത. ഈ കിരിയാത്ത് വെച്ചാണ് അജീഷണ് കഷായം ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് വേണം വേണമെന്നല്ല അവൻ പറഞ്ഞു നിൽക്കുന്നത്. ഞാൻ നോക്കി വന്നപ്പോഴേ പറയാം കഷായം വേണം അജീഷന്റെ കഷായം കുടിച്ചവർക്ക് അറിയാം അതെന്തുവാണെന്ന്. സതീഷ് വന്നിട്ട് പറയാ അണ്ണാ കുറച്ച് കഷായം മാറ്റി വെച്ചേക്കണേ. കഴിയാൻ പറ്റത്തില്ല, സമ്മതിക്കത്തില്ല. വായില കയ്പിക്കുന്നു, നല്ല കയ്പുണ്ട്. അരേന്ദ്രന്റെ സീനൊന്നുമില്ല. അരേന്ദ്രൻ അപ്പുറത്ത് മാടി പോയി കരഞ്ഞാണ്. ഒന്നും കരഞ്ഞില്ല. പഞ്ചസാര കൊണ്ടുവന്നു. പാവം തരില്ല. അങ്ങനെ കഴിക്കാൻ വലിയ പാടാണെങ്കിലും ഇത് കഴിക്കാൻ പാടാണെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നൈസാ. മീൻസ് ശരീരത്തിന് നല്ലതാന്നേ. അങ്ങനെ ചൂടാകുമ്പോ കഴിക്കളെ. അതാണ് പ്രത്യേകത. സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് വരും, ഇവിടെ വന്നിട്ട് കഴിയാൻ കളയും. ഞാൻ പിന്നെ എന്തിനാ ഇടുന്നത് പോയി. അങ്ങനെ നമ്മുടെ സച്ചു, മൈ ഡ്രീം വേൾഡ് സച്ചു ഇവിടെ വന്നായിരുന്നു. എന്നിട്ട് ഞാൻ വരുന്നതിന് മുന്നേ വന്ന് പോവുകയും ചെയ്യുന്നവൻ. ഞാൻ വരുന്നതിന് മുമ്പ് അല്ല, ഞാൻ അകത്ത് നിന്നല്ലായിരുന്നു. അങ്ങനെ ഇനി എന്താ പരിപാടി? ചോറ് കഴിക്കാൻ പോകണം. എന്നിട്ടാ വെട്ടം കറക്റ്റ് ആവുന്നില്ലല്ലേ? എനിക്കറിയത്തില്ല, അതെന്തോന്ന് അറിയത്തില്ല. ആ ഓക്കെ, പോയിട്ട് വാ. ഓക്കെ, കണ്ടോ ലൈറ്റൊക്കെ ചെയ്തേക്കുന്നുണ്ടോ? അജീഷണ്ണാ അപ്പൊ നമുക്കൊരു ഇൻട്രോ പറഞ്ഞിട്ട് പോവാം. അജീഷ് അണ്ണൻ കഷായം കൊണ്ട് വന്നിരിക്കുകയാണ്. ഒറ്റ വലി ഒന്നും മണക്കാൻ നിൽക്കില്ല, ഒറ്റടിക്കാൻ കുടിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നടക്കും. അടിപൊളി. എല്ലാം പോയി. സതീഷ് ചേച്ചി കൂടുതൽ എടുക്കണേ എന്നാ, സതീഷ് ചേച്ചി കൂടുതൽ എടുക്കണേ. കൊള്ള അടിപൊളി. എനിക്ക് വേണ്ട, ദൈവത്തോർത്ത് പറയാം, എനിക്ക് വേണ്ട. അയ്യോ ഇത്രയ്ക്ക് നല്ല സാധന. കുടിച്ചു കഴിഞ്ഞാൽ അജീഷണം കുടിക്കുന്നു. ഓക്കെ എവിടെ വേണ്ടടാ, ഈ കിണ്ട സാധനങ്ങൾ ഇഷ്ടംപോലെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടെന്ന് വെച്ച് എരിഞ്ഞ് കേറിയ സതീഷിന് പ്രശ്നമൊന്നുമില്ല. സതീഷ് ഇതിനേക്കാൻ കാട്ട സാധനങ്ങൾ അടിക്കാറുള്ളതാണ്. ബിരിയാണി വിചാരിച്ചിട്ടാ കേട്ടോ നമ്മളതാണ് കഴിച്ചത്. ബിരിയാണി ബിരിയാണി കണ്ടിട്ട് മാറ്റി കേട്ടോ. സതീഷ് കണ്ടന്റിനകത്ത് ബിരിയാണി മേടിച്ചിട്ടാന്ന് പറഞ്ഞു. ഞാൻ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുക. എല്ലാവർക്കും നല്ല തൊര. അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ ഭയങ്കര തൊരയായിട്ടിരിക്കുക. പോണെന്ന് പറഞ്ഞിരിക്കുക. സജീഷ് ഡ്രോൺ മേടിച്ചു. എത്ര രൂപയ്ക്ക്? 1500. എന്താ പറയുന്നത്? ചേച്ചി ഉണ്ട്, നമുക്ക് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഡെലിവറി കൊണ്ടുവരാനുണ്ട് കേട്ടോ. ചേച്ചിയുടെ ഭയങ്കര കമ്മിയാണ്. അപ്പം 1595. ചങ്ക് കൂട്ടുകാരനാട്ടോ, കൊച്ചിനാണ്. ടാറ്റ കൊടുക്കും, ടാറ്റ എന്താ പോ. നല്ല ആരുമില്ലൂടെ, ധൈര്യമായിട്ട് വന്നോ. വീട്ടിലാരും ഞങ്ങൾ സേഫ്റ്റി വസ്തു നോക്കും, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ ആരും ഇല്ലെന്ന് പറഞ്ഞത്. നമ്മൾ സേഫ്റ്റിയാണ് മുഖ്യം, ഇല്ലയോ? സേഫ്റ്റി മുഖ്യം. കാണാൻ പയ്യ പുള്ളി ഇട്ടത്. ഇങ്ങനെ കൊച്ചിൻ എണ്ണ വന്നിരിക്കുകയാണ്. നമുക്ക് നല്ല ഹെവി സാധനം ഇവിടെ ട്രൈ ചെയ്യാനായിട്ട്. അവിടെ ഒന്നുമില്ല. നല്ല കാറ്റ്. ആ വീഡിയോ കട്ട് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ കണ്ടു. ഒരു രുചി ഒരു കളയാതെ കട്ട് ചെയ്തല്ലേ. വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
പോകത്തില്ല, അതിന് എത്ര ആരും പോകത്തില്ല. ബിരിയാണി മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണി കഴിക്കാൻ പോകുന്നു നമ്മൾ. ബിരിയാണി അല്ലേ? ബിരിയാണി അല്ലേ? ഒരു ബിരിയാണി മേടിച്ചു ഇപ്പൊ പറയുന്നു ഒരു ബിരിയാണി മതി. പറഞ്ഞു വെച്ചാ ഒരു ബിരിയാണി ഉള്ളത്, ഒരു ബിരിയാണി ഉള്ളത്. നേരത്തെ വിളിച്ച് ചോദിച്ചു. ഇത് സച്ചു